ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കാണുന്ന ഈ സെഡസ്ത്രയുടെയൊക്കെ ഫോണ്ട് സ്റ്റൈൽ നോക്കിയറിയാം. നമ്മുടെ സിൽക്ക് എയർ എന്ന ബസ്സിൻ്റെ പേരിൻ്റെ ഫോണ്ട് സ്റ്റൈലും അതുപോലെ തന്നെ ലോഗോയിലും ചെറിയൊരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം കറൻ്റ്ലി നമ്മൾ അതിൻ്റെ എല്ലാം പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ 11 സെൻറ്റിമീറ്റർ ബസ്സുകളിലേക്കെല്ലാം നമ്മളത് പ്രിൻ്റ് ചെയ്തത് ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം കാണുന്ന ഇത് 16 സെൻറ്റിമീറ്ററിൻ്റെ നമ്മുടെ വെള്ളിടക്ക് മോഡലിന് വേണ്ടിയും, പിന്നെ ഈ കാണുന്നത് 11 സെൻറ്റിമീറ്റർ ബസ്സുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമ്മളത് കട്ട് ചെയ്ത് പൊളിച്ച് നമ്മുടെ 11 സെൻറ്റിമീറ്ററിൻ്റെ ബസ്സുകളിലേക്ക് ഒട്ടിക്കാനായിട്ട് പോവുകയാണ്. ഓൾറെഡി വർഷങ്ങൾക്ക് മുന്നേ വണ്ടി ഇറങ്ങിയ സമയത്ത് അക്രലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്തിരുന്ന സ്റ്റിക്കർ വർക്കായിരുന്നു എല്ലാ ബസ്സിലും. ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ അത് കട്ട് ചെയ്ത് ഓൾമോസ്റ്റ് എല്ലാ ബസ്സിലേക്കും അതിന് ഓരോ ഗ്ലാസിൻ്റെ അളവും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് സെഡസ്ത്രയ്ക്കും BMRനും വേഗയ്ക്കും അതുപോലെ തന്നെ ബാക്കി സെഡോണിനും എല്ലാത്തിനും നമ്മളത് വേണ്ട രീതിയിൽ അത് ഒട്ടിക്കാൻ പോവുകയാണ്. ഓൾറെഡി എഴുത്തിൻ്റെ നടുക്ക് K എന്ന് പറയുന്നൊരു ലെറ്റർ മാത്രം റെഡ് കളറിലായിരുന്നു നമ്മൾ കീപ്പ് ചെയ്തിരുന്നത്. ഇത്തവണ എല്ലാം സിംഗിൾ കളറിലോട്ട് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു ഫോണ്ടിൻ്റെ ഡിസൈനിലും ഓവറോൾ കളറിലും എല്ലാം നമ്മൾ ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇത്തവണ. കത്രികയ്ക്ക് തന്നെയാണ് നോർമലി കട്ട് ചെയ്യുന്നത്. 13x19 ഷീറ്റ്സിലാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ബസ്സിൻ്റെ അളവിനനുസരിച്ച് അതിനെ ഷീറ്റിൽ അറേഞ്ച് ചെയ്തിട്ട് പ്രിൻ്റ് എടുത്ത് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോ ബസ്സിൻ്റെ അളവ് ഓരോ രീതിയിലാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണ്ട രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. എല്ലാ വണ്ടികളുടെയും പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം പഴയ നെയിമാണോ പുതിയതാണോ ഫോണ്ട് സ്റ്റൈൽ നല്ലതെന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യണം. ആക്ച്വലി കുറേ നാളുകൾക്ക് ശേഷമാണ് ഫോണ്ട് സ്റ്റൈലിൽ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നത്.